ഇതാണ് കൊളോൺ ബ്രിഡ്ജ്. ചരിത്ര പ്രസിദ്ധമായ ബ്രിഡ്ജാണ്. അതിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. അതുവഴി ട്രെയിനും ട്രാമും ബസ്സും മനുഷ്യന് നടന്നു പോകാൻ എല്ലാം ഉള്ളതാണ്. ഇവിടെ ഇങ്ങനെ ഇതെല്ലാം താഴിട്ട് കൂട്ടിയിട്ടുണ്ട്. താഴെയുണ്ട്. പ്രണയത്തിൻ്റെ സിമ്പിളായി ആണ് താഴിട്ട് കൂട്ടുന്നത്. ഇത് മുഴുവൻ താഴിട്ട് കൂട്ടിയിട്ടുണ്ട്. താഴെ വിൽക്കാൻ ഒരാൾ ഇരിപ്പുണ്ട്. അവിടെ ഒരു രാജാവിൻ്റെ പ്രതിമയുണ്ട്. ആൾക്കാർക്ക് നടന്നു പോകാൻ പ്രത്യേക സ്ഥലമുണ്ട്. ഇതുവഴി ഇപ്പോൾ ട്രെയിൻ കടന്നു പോകും. ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ട്രെയിൻ കടന്നു പോകുന്നുണ്ട്. പുറകിലും മിന്നലും എഞ്ചിനുണ്ട്. ഇവിടെ വന്ന് ഈ പാലത്തിൻ്റെ വണ്ടിയാണ്. പള്ളി അവിടെയുണ്ട്. ആളുകൾക്ക് കൂട്ടിയിരിക്കുന്നത് നിറച്ച് താഴാണ്. അവിടെ വലിയൊരു കപ്പൽ വരുന്നുണ്ട്. ഇവിടെ ഒരു കപ്പൽ കിടപ്പുണ്ട്. താഴത്ത് പൂട്ടിരിക്കുന്ന വലിയ വണ്ടിയുടെ സിലിണ്ടർ, ഇഞ്ചിൻ്റെ ഭാഗമുണ്ട്. സിലിണ്ടർ മൊത്തം ഇങ്ങനെ അങ്ങോട്ട് മൊത്തം താഴത്ത് പൂട്ടിയിരിക്കുകയാണ്. നല്ല ഒരു വഴിയുണ്ട്, ഒരു വീതിയുണ്ട് നടന്നു പോകാനുള്ള. താഴെ കൂടെ വഴിയുണ്ട്. കപ്പലിലേക്ക് കയറാനുള്ള വഴി. വേറൊരു കപ്പൽ വരുന്നു. ഇത് പാലം വഴി ട്രെയിൻ കടന്നു പോകുന്നു. പാലം വഴി ബസ്സുകൾക്ക് സർവീസില്ലെന്ന് തോന്നുന്നു. ട്രെയിൻ മാത്രം സർവീസുകളെന്ന് തോന്നുന്നു. അപ്പുറത്തെ വശത്തും ഇതുപോലെ ഫുട്പാത്തുണ്ട് ആൾക്കാർക്ക് നടന്നു പോകാൻ. എത്രയാ താഴുകൾ, ലക്ഷക്കണക്കിന് താഴുകളാണ് കൂട്ടിയിരിക്കുന്നത്. മുമ്പിൽ കാണുന്ന താഴുകൾ. ട്രെയിൻ വരുന്നു. വേറൊരു പള്ളിയാണ് കാണുന്നത്. അല്ല, പിന്നെ നമുക്ക് അവിടുന്ന് ട്രെയിനെ കയറാം. പിന്നെ നടക്കുക വേണ്ട. നിങ്ങൾ കാപ്പിയും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും ഓപ്ഷൻസ് ഉള്ളത്. ഒരു സ്പീഡ് ബോട്ട് പോകുന്നു. പാലം നാഷണൽ എക്സ്പ്രസ് ട്രെയിൻ. വിവിധ തരത്തിലുള്ള ട്രെയിനുകളാണ് പാലം വഴി പോകുന്നത്. പകുതിയിലെത്തി. ഒരു മിനിറ്റിൽ 4-5 ട്രെയിൻ വെച്ചുകൊണ്ട് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുന്നു. അത്രയ്ക്ക് തിരക്കുള്ള ഒരു പാലമാണിത്. റെയിൻ നദി, കൊളോൺ ബ്രിഡ്ജ്. മുക്കാൽ ഭാഗം എത്തി. നമ്മൾ പുഴയുടെ മറുകര എത്താറായി.
പാലത്തിൻ്റെ മുക്കാൽ ഭാഗമായി. അവിടെ ഒരു ഹയാറ്റ് ഹോട്ടലുണ്ട്, പുറത്ത് ലക്സ് ഹോട്ടലുണ്ട്, എല്ലാ ഹോട്ടലുകളാണ് ഇവിടെ. ഇവിടെ ഒരു വലിയ പ്രതിമയുണ്ട്, എല്ലാവരും കുതിരപ്പുറത്തുള്ള പ്രതിമയാണ്. ഇവിടുന്ന് ഹെലികോപ്റ്റർ പോകുന്നുണ്ട്. വേറൊരു ട്രെയിന്, വേറൊരു മോഡൽ. ഫസ്റ്റ് ക്ലാസ്സാണ് ഫസ്റ്റ് എന്ന് എഴുതിയിരിക്കുന്നത്, സെക്കൻഡ് എന്ന് എഴുതിയിരിക്കുന്നത് സെക്കൻഡ് ക്ലാസ്സാണ്. ഇതെല്ലാം താഴെകളാണ്. ഇവിടെ ജനങ്ങളിങ്ങനെ വിശാലമായി ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതിങ്ങനെ നമ്മൾ ഈ ദൂരം മുഴുവൻ നടന്നു വന്നു പള്ളി അങ്ങേത്തലക്കുണ്ട്. ഒരു സൈക്കിൾ റിക്ഷ ഇവിടെയുണ്ട്. നാഷണൽ എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ പാലം കടന്ന് മറുകരയിലെത്തി. ആ പ്രതിമ ഇവിടെയുണ്ട്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ വിശാലമായ പുൽത്തകിടി കൊണ്ട് നടന്നു പോകാനുള്ള റൂട്ടുമുണ്ട്. ടവറിൻ്റെ മുകളിൽ ആൾക്കാർ നിൽപ്പുണ്ട്. അങ്ങനെ ടവറിൻ്റെ അടിയിലെത്തി. ഇതിങ്ങനെ എത്തിയപ്പോൾ വിശാലമായ ഒരു സർക്കിളുണ്ട്. വലിയൊരു ട്രെയിനുണ്ട് ഇവിടെ. ഇവിടെയുണ്ട് എല്ലാം എഴുതിയിട്ട്. ഇത് റെയിൽവേ സ്റ്റേഷനാണ് കൊളോൺ. ആ പാലം കടന്നിട്ടുള്ള ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ്. പാലത്തിന് അപ്പുറത്താണ് മെയിൻ സ്റ്റേഷൻ. ഇത് രണ്ടാമത്തെ സ്റ്റേഷൻ. ഇനി നമ്മൾ പാലം കടന്ന് വന്ന് ഇനി ഇവിടുന്ന് ട്രെയിൻ കയറി പോവാണ്. റെയിൽവേ സ്റ്റേഷനകത്തെത്തി നമ്മൾ. അങ്ങോട്ടുണ്ട് മാക്ഡോണലിൻ്റെ കടയുണ്ട്. ട്രെയിനിൽ കയറാം. ഇവിടുന്നൊരു ട്രെയിൻ കയറി നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവാണ്. ആ പാലത്തേക്കിലേക്ക് പോകുന്നു ട്രെയിൻ. കോളേജിലുള്ള ഈ കത്തീഡ്രലിന് മുന്നിൽ ജർമ്മനിയിലെ ഏറ്റവും വലിയ പള്ളിയായ കത്തീഡ്രലിന് മുന്നിൽ കിളിക്കൂട് ജർമ്മനിയിൽ പുകവലി എവിടെ വേണമെങ്കിലും വലിക്കാവുന്നതാണ്. ഇത് വേണം നോക്കാം അങ്ങോട്ട്. ഇങ്ങനെ നീട്ടാം. നമ്മൾ മുന്നോട്ട് നമ്മുടെ ട്രെയിൻ വരുന്നുണ്ട്. ദൂരെ നിന്ന് നീളമുണ്ട്.
Railway train. Grund dafür ist eine Verspätung aus kurzfristiger Fahrt. മുമ്പിലാ മുമ്പിലാ Da. അങ്ങോട്ട് ബാക്കോട്ട് കയറി ബാക്കോട്ട് കയറി എന്തിയാ ഇവിടെ ആള്